മലപ്പുറം AR നഗർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ആദായ നികുതി വകുപ്പ് നോട്ടീസ്. ലീഗ് വയനാട് ജില്ലാ പ്രസിഡന്റായിരുന്ന PPA കരീമിന് 1.35 കോടിയുടെ കണക്ക് കാണിക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. ലീഗ് സംസ്ഥാന ഭാരവാഹികളടക്കം 16 പേർക്കാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചത്. വിവരങ്ങൾ ലതീഷ് നൽകും. ലതീഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ബിനു, വലിയ വിവാദമായിരുന്ന AR നഗർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അന്വേഷണം നടത്തിയിരുന്നു. അവർ ചില കാര്യങ്ങൾ കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചില നേതാക്കൾക്ക് 16 പേർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നാണ് നോട്ടീസ് പോയിരിക്കുന്നത്. ലീഗ് വയനാട് ജില്ലാ പ്രസിഡന്റായിരുന്ന PPA കരീമിന് 1.35 കോടി രൂപയുടെ കണക്ക് കാണിക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. ഇത്തരത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് ലഭിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. AR നഗർ ബാങ്കിൽ, മലപ്പുറം വേങ്ങരയിലുള്ള AR നഗർ ബാങ്കിൽ ഉടമകൾ അറിയാതെ വലിയ തോതിലുള്ള നിക്ഷേപം നടന്നുവെന്നും അതിൽ ക്രമക്കേട് നടന്നു എന്നുമായിരുന്നു ആരോപണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സഹകരണ വകുപ്പ് അന്വേഷണം നടത്തിയിരുന്നു. സമാന്തരമായ അന്വേഷണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും നടത്തിയിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് അവിടെ കണ്ടെത്തിയത്. ഉടമകൾക്ക് അറിയാതെയാണ് അവിടെ നിക്ഷേപം നടന്നത്. ആ നിക്ഷേപകർക്ക് ഇൻകം ടാക്സ് അടക്കണമെന്ന് കാണിച്ച് നോട്ടീസ് പോയപ്പോഴാണ് അവർക്ക് ഈ ബാങ്കിൽ ഇത്രയും വലിയ തോതിലുള്ള നിക്ഷേപമുണ്ട് എന്ന് മനസ്സിലാകുന്നത്. ആ ഘട്ടത്തിൽ അവർ നിക്ഷേപിച്ച തുകയുടെ രേഖകൾ ഇൻകം ടാക്സിന് ഹാജരാക്കിയിരുന്നു. ഇതിനുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് കാര്യമായ ക്രമക്കേടുകൾ ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയും ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചടക്കം നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. അതിൻ്റെ ഭാഗമായാണ് വയനാട് ജില്ലാ പ്രസിഡന്റായിരുന്ന PPA കരീമിന് 1.35 കോടി രൂപ കണക്ക് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ PKK ബാവ അടക്കമുള്ള നേതാക്കൾക്ക് നോട്ടീസ് ലഭിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും 16 പേർക്ക് കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും ഇത്തരത്തിൽ നോട്ടീസ് പോയിട്ടുണ്ട്. AR നഗർ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ടീസ് അയച്ചതും അവരോട് കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുള്ള നിർദ്ദേശവും ഇതിനെ കണക്ക് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും വലിയ ക്രമക്കേടുകൾ, വലിയ വിവാദങ്ങൾ ഉയർന്ന AR നഗർ ബാങ്കിൽ ഇൻകം ടാക്സ് നടത്തിയ പരിശോധനയിലും ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിനു, ലതീഷ്, ഇതിൽ കൂടുതൽ പേർ ഇതിലേക്ക് വരാനുള്ള സാഹചര്യം കാണുന്നില്ല. കാരണം ഈ PPA കരീമിന് തന്നെ 1.35 കോടിയുടെ കണക്ക് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലീഗ് സംസ്ഥാന ഭാരവാഹികളടക്കം 16 പേർക്കാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലും തോറും കൂടുതൽ നേതാക്കളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിൽ കൂടുതൽ പേരിലേക്ക് ഇത് എത്താനുള്ള സാധ്യതകളല്ലേ കാണുന്നത്? 16 പേരുടെയും പേര് വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. നമുക്ക് ലഭ്യമായ പേര് വിവരങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എന്തായാലും 16 പേർക്കാണ് നോട്ടീസ് അയച്ചത് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട്. ഈ നോട്ടീസ് ലഭിച്ച ആളുകൾ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഇതും സംബന്ധിച്ച പരാതികൾ അറിയിച്ചതായും സൂചന ലഭിക്കുന്നുണ്ട്. അതായത് ഇവർ പോലും അറിയാതെയാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നത്. ഉടമകൾ അറിയാതെ അവിടെ നിക്ഷേപം നടന്നു. ഇത്തരത്തിലുള്ള ചില നേതാക്കൾ പോലും അറിയാതെയാണ് അവരുടെ പേരിൽ ഇത്തരം ഒരു ക്രമക്കേട് അല്ലെങ്കിൽ വ്യാജ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമക്കേടുകൾ നടന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണം ലഭ്യമാകണം. AR നഗർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്രമക്കേടിൽ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ അവർ കണ്ടെത്തിയ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസാണ് അല്ലെങ്കിൽ അതിൻ്റെ തുടർ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായാണ് 16 നേതാക്കളടക്കമുള്ള 16 പേർക്ക് നോട്ടീസ് പോയിരിക്കുന്നത്. അവർ കണക്ക് കാണിക്കണം, ഇൻകം ടാക്സിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കണക്ക് കാണിക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ബിനോ, ലതീഷ്, കണക്ക് ഹാജരാക്കിയില്ലെങ്കിൽ കൂടുതൽ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്ന വലിയ നടപടികളിലേക്ക് കടക്കുമെന്നാണല്ലോ പറയുന്നത്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇതൊരു നോട്ടീസ് മാത്രമാണ്. ഈ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് PPA കരീമിന് 1.35 കോടി രൂപയുടെ കണക്ക് കാണിക്കണമെന്ന് കാണിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അത്തരത്തിലുള്ള നോട്ടീസുകൾ തന്നെയാണ് മറ്റുള്ള
15 പേർക്കും പോയിരിക്കുന്നത്. അത് കണക്ക് കാണിച്ചില്ലെങ്കിൽ സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നതടക്കമുള്ള തുടർ നടപടി, അത് സ്വാഭാവികമായ നടപടിയാണ് ആദായനികുതി വകുപ്പിൻ്റെ. കാരണം ആദായനികുതി വകുപ്പ് റിട്ടേൺ കാണിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ തുടർ നടപടി എന്നുള്ള നിലയിൽ ആ പണം ഈടാക്കാനുള്ള വ്യവസ്ഥ ആദായനികുതി വകുപ്പ് സ്വീകരിക്കാറുണ്ട്. ആ നിലയിലുള്ള നടപടികളിലേക്ക് ആദായനികുതി വകുപ്പ് കടക്കുമെന്നാണ് ഇപ്പോൾ നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. യെസ്, ലതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.